ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ അനുമോൾ ആദില നൂറയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, അനീഷേന്റെ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് അത്രമാത്രം സ്നേഹമായിരിക്കും, സത്യമായിട്ടും നല്ല സ്നേഹമായിരിക്കും, നന്നായിട്ട് കെയറും ചെയ്യും. അപ്പോൾ ആദില പറയും, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരാൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനു പറയും, അത് ശരിയാണ്, പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അക്ബറും വൈഫിനെയും കണ്ടില്ലേ, അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാകും, അത് നമുക്കറിയില്ലല്ലോ. നമ്മളൊക്കെ വിചാരിക്കും ഇയാൾ എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് ഈ സ്വഭാവം വെച്ച് നടക്കുന്നത് എന്നെല്ലാം നമ്മൾ വിചാരിക്കില്ലേ. പക്ഷെ അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടാകും. അതുപോലെ അനീഷേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടാകും എന്നൊക്കെ അനുമോൾ അവിടെ പറയും. അനീഷ് നല്ലൊരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് അനുമോൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം അനുമോൾ ഇന്ന് തണുത്ത് വിറച്ച് സോഫയുടെ ഇടയിൽ കിടക്കുന്നത് കണ്ട് അനീഷ് ഒരുപാട് വട്ടം പറയുന്നു, സോഫയിലെങ്കിലും കയറി കിടക്ക അനുമോളെ, വല്ല അസുഖം വരും എന്നെല്ലാം പറയുമ്പോൾ അനുമോൾ അവിടെ അത് കേൾക്കില്ല. ഒടുക്കം അനുമോൾ കിടക്കുന്നത് കണ്ട് അനീഷിനൊരു സഹതാപം ഒക്കെ തോന്നി അനീഷ് അനുമോൾക്കൊരു പുതപ്പും അതുപോലെ തന്നെ ഒരു തലണയെല്ലാം എടുത്തു കൊണ്ടു കൊടുക്കും. അതുകൊണ്ടൊക്കെ തന്നെ അനീഷ് ഒരു നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് അനുമോൾക്ക് മനസ്സിലായി കാണണം. പിന്നീട് അതെല്ലാം കഴിഞ്ഞാൽ ആദില പറയും, മുൻ സീസണിൽ ഒരു റിനോഷ് ഉണ്ടായിരുന്നു, അവന്റെ അടുത്ത് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. ആ ഒരു ചോദ്യത്തിന് റിനോഷിന്റെ മറുപടി ഒരു ഒന്നൊന്നര മറുപടി ആയിരുന്നു. ലാലേട്ടനൊക്കെ ചിരി അടക്കി പിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു റിനോഷിന്റെ ഉത്തരം കേട്ടിട്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു ചോദ്യം ആദില അവിടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷേട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ, പോയാ പോയി പിടിച്ചാൽ കിട്ടില്ല എന്ന് അതിലവിടെ ചോദിച്ചതോടും കൂടി അനീഷ് അവിടെ പൊട്ടിച്ചിരിക്കും. അനീഷിന് അവിടെ ചിരി നിൽക്കുന്നില്ല. ധൈര്യമുണ്ടെങ്കിൽ പറ മോനെ എന്നവിടെ ആദില പറയുമ്പോൾ അനീഷ് പറയും ശ്വാസം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അനീഷിനെല്ലാമാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.